ഹായ്. അപ്പോൾ നമ്മൾ താഷ്കന്ത് മെഡിക്കൽ അക്കാദമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാലോ, ഉസ്ബെക്കിസ്ഥാനിലെ വൺ ഓഫ് ദി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാദമി. ഈ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലെ ഫീസ് സ്ട്രക്ചർ, ബഡ്ജറ്റ്, നിങ്ങൾ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് എത്ര രൂപ എക്സ്പെക്റ്റ് ചെയ്യണം, ഇത് NMCൻ്റെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ കോളേജിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, താഷ്കന്ത് മെഡിക്കൽ അക്കാദമി. ഇതാണ് യൂണിവേഴ്സിറ്റിൻ്റെ പേര് വരുന്നത്. ഇത് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്ത് എന്ന് പറഞ്ഞ സിറ്റിയിലാണുള്ളത്. ഓൾമോസ്റ്റ് നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഒരു 30 to 40 മിനിറ്റ്സ് എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണത്. സിൻസ് 2005 ഇതൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മളെല്ലാവർക്കും അറിയാലോ, ഓൾമോസ്റ്റ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് മലയാളി കുട്ടികൾ ഓൾറെഡി അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മുടെ നാട്ടിൽ ഒരു MBBS ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഡിഗ്രി വാലിഡിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ അംഗീകാരമൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ബോഡിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ NMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? NMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇവരാണിത് ചെക്ക് ചെയ്യുക. ഇവർക്കാണ് ഇതിനുള്ള അതോറിറ്റി ഇന്ത്യയിലുള്ളത്. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട 5 റൂളുകളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതിൽ ഒരു റൂൾ എന്താണ്? WHO ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് www.wdoms.org എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കാം. ഇത് നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ, ഈ റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ആദ്യം നമുക്ക് റൂൾസൊക്കെ പറയാം. രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്, നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഇവിടുത്തെ ഡ്യൂറേഷൻ 54 months അല്ലെങ്കിൽ 4.5 years, ഈ ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. നാലാമത്തത് 1 year ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ കാര്യം, ഡിഗ്രി ഷുഡ് ബി രജിസ്റ്ററബിൾ. ഇത്രയും കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. ഒന്നാമത്തെ കാര്യം, WHO ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. അതിന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, WDOMS എന്നുള്ള ഈ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് WHO വെബ്സൈറ്റിൽ പോയിട്ട്, ഇതാണ് WHO വെബ്സൈറ്റ്, ഇതിൽ നമ്മൾ പോയിട്ട് കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്യണമെങ്കിൽ സെർച്ച് എടുത്തു കഴിഞ്ഞാൽ കൺട്രി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഉസ്ബെക്കിസ്ഥാൻ സെലക്ട് ചെയ്യാം. ഉസ്ബെക്കിസ്ഥാൻ. അപ്പം ഉസ്ബെക്കിസ്ഥാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ താഷ്കന്ത് മെഡിക്കൽ അക്കാദമി ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ താഷ്കന്ത് അത് വരും. അത് ആ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ഇയർ ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ് 2005 അതുപോലെ തന്നെ പ്രോഗ്രാം ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ആണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇവിടെ കൊടുക്കുന്ന ഡിഗ്രി എന്താണെന്ന് വെച്ചാൽ
ഫിസീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഗ്രിയാണ് കൊടുക്കുന്നത്. അതായത് എം ഡി ഫിസീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഗ്രിയാണ് ഇവർ കൊടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടുത്ത കാര്യം നമ്മൾ നോക്കാനുള്ളത് ഏത് ലാംഗ്വേജിൽ ആണ് ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കണം. അങ്ങനെയാണ് NMCൻ്റെ ആ റൂള് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡിഗ്രി ഫിസീഷ്യനാണ്. ഒന്നാമത്തെ WHO ലിസ്റ്റിലുണ്ട്, നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കിയല്ലോ. അപ്പോൾ അത് WHO ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ ഒരു റൂൾ ഇത് ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ എന്നുള്ളത്. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉസ്ബെക്കിലും റഷ്യനിലും ഇംഗ്ലീഷിലും ഒക്കെ ഇവിടെ ടീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യവും NMC പറയുന്ന പോലെ തന്നെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 54 months ഡ്യൂറേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. 54 months ഇവിടെ ഓൾറെഡി ഇവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 6 year ഡ്യൂറേഷൻ ഉണ്ട് ഈ കോഴ്സിന് എന്നുള്ളത്. കരിക്കുലം ഡ്യൂറേഷൻ 6 year ഉണ്ട്. അപ്പോൾ 6 year എന്ന് പറഞ്ഞാൽ ഇവിടെ 5+1 ആണ് വരുന്നത്. അപ്പോൾ ഈ 5 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി. ഈ 5 എന്താണ്? ഇതവിടുത്തെ ട്യൂഷനാണ്. അതായത് 5 years ഡ്യൂറേഷനിൽ ക്ലാസ്സും അത് കഴിഞ്ഞിട്ട് ഉള്ള 4th റൂളായിട്ടുള്ള 1 year ഇൻറ്റേൺഷിപ്പ് അതും എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയുള്ള ഒരു കൺസേൺ പ്രധാനമായിട്ടും ഡിഗ്രി രജിസ്ട്രബിൾ ആണോ എന്നുള്ളതാണ്. ഇതിലാണ് എല്ലാവർക്കും സാധാരണ രീതിയിൽ കൺസേൺ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ ഈ ഡിഗ്രി ഷുഡ് ബി രജിസ്ട്രബിൾ എന്നുള്ളത് നമ്മൾ ഇന്ത്യൻ എംബസി ഉണ്ട് അവിടുത്തെ താഷ്കന്തിൽ, അവർ ഓൾറെഡി അഡ്വൈസറി കൊടുത്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മളെ വീഡിയോയുടെ താഴത്ത് നമ്മൾ യൂട്യൂബിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദെർഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് are fully enrolled in the 6-year therapeutic work programs. The 6-year program meets all the requirements established by the National Medical Commission of India, duration of training and periods allotted for practice. After completing this educational program, the graduate will have the right to practice medicine in the territory of the Republic of the Uzbekistan. അപ്പം ഇത് ക്ലിയർ ആയിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് 5ാമത്തെ റൂളിൻ്റെ കാര്യത്തിലും എന്ത് വേണ്ട? കൺസേൺ വേണ്ട. ഇനി നമ്മൾ എക്സ്ട്രാ ബോണസായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ത്? എപ്പോഴും എല്ലാ വീഡിയോയിലും നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ECFMGൻ്റെ അക്രിഡിറ്റേഷൻ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? നമുക്ക് UK-ലോ USA-ലോ അല്ലെങ്കിൽ പ്ലാബ് പോലത്തെ എക്സാമുകളോ MRC പോലത്തെ എക്സാമുകളോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു അക്രിഡിറ്റേഷന് അവർ ആ സമയത്ത് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം ഏത് കൺട്രിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കാൻ എവിടെ തന്നെ നോക്കിയാൽ മതി. നമ്മുടെ WHO വെബ്സൈറ്റിൽ സ്പോൺസർ നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് ഓൾറെഡി ECFMG അക്രഡിറ്റഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എന്താണ് ഉറപ്പാണ് ഈ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അടുത്തതായിട്ട് അറിയാനുള്ള കാര്യം എന്താ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കാര്യത്തിൽ പിന്നെ കൺസേൺ നമുക്ക് അടുത്തത് ബഡ്ജറ്റാണല്ലോ. കാരണം നമുക്ക് പിന്നീട് നമ്മളെ കയ്യിൽ ബഡ്ജറ്റിൽ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണമെങ്കിൽ മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൻ്റെ കാര്യം കൂടി നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 6 year പ്രോഗ്രാമാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ബഡ്ജറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബഡ്ജറ്റ് കാൽക്കുലേറ്റർ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഇയർ എത്ര എമൗണ്ട് നമുക്ക് വരുന്നുണ്ട്? കാരണം ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോകുന്ന സമയത്തൊരു 1 time എമൗണ്ടും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസൊക്കെ വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഫീസിൽ ചെറിയൊരു അധികം കൂടുതൽ വേരിയേഷൻ വരുന്നുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ സെമസ്റ്ററിലും ഒരേപോലെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഒന്ന് കമ്പയർ ചെയ്യാം. എന്നിട്ട് ബാക്കി എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും 1 by 1 ആയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഫീസ് $2,250 അവിടെ രജിസ്ട്രേഷൻ $250. 1 time ചാർജ് ഇതിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് $2,500. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ്
$5,000 വരുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഹോസ്റ്റൽ എമൗണ്ട് ആയിട്ട് $500 ഇയർലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഫുഡിന് നമുക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ 10,000 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഡോളറിൽ തന്നെ കണക്കൂട്ടാം. ഓൾമോസ്റ്റ് $120 നമുക്ക് മന്ത്ലി ഫുഡ് വരും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരും. അപ്പോൾ മന്ത്ലി ആകുമ്പോൾ നമുക്ക് 6 മന്തിന് നോക്കാം. ഈ 2 കാര്യം, ഇത് നമ്മൾ ഇയർലി ആണ്, ഇത് മന്ത്ലി ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, $250 പെർ സെമസ്റ്റർ ആക്കാം. ഓൾസോ ഇതിന് നമുക്ക് സെമസ്റ്ററിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ 120 × 6 ഓൾമോസ്റ്റ് $720 പെർ സെമസ്റ്റർ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഫുഡും അക്കോമഡേഷനും ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് $970. അപ്പോൾ ഇത്ര എമൗണ്ടാണ് നമുക്ക് $5,000 പ്ലസ് 970 = 5970. ഈ ഒരു എമൗണ്ടാണ് നമുക്ക് ഫസ്റ്റ് ഒരു സെമസ്റ്ററിൻ്റെ ഫീസ്, 1 ടൈം ചാർജ്, രജിസ്ട്രേഷൻ എമൗണ്ടുകൾ, അതുപോലെ തന്നെ ഒരു സെമസ്റ്ററിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ അടക്കം നമുക്ക് ഏകദേശം 5,970 വരും. ഇനി നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഫീസ് നോക്കാം. സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ഫീസ് $2,250 $2,250 പ്ലസ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു $970 തന്നെ നമുക്ക് എന്തും ചെയ്യാം, സെമസ്റ്ററിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൂട്ടാം. അപ്പോൾ അത് നമുക്ക് ഓൾമോസ്റ്റ് 2,250 പ്ലസ് 970 $3,220. ഞാൻ ഡോളറിൽ കൂട്ടാനുള്ള കാരണം ഒന്നല്ല, നമുക്ക് കുറച്ചുകൂടിയും എളുപ്പമായിട്ട് മനസ്സിലാക്കും. അപ്പം സെമസ്റ്ററിൽ സെക്കൻഡ് സെമസ്റ്റർ $2,250, പിന്നെ അതുപോലെ തന്നെ ഫുഡും അക്കോമഡേഷനും 970 പെർ സെമസ്റ്റർ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ സെമസ്റ്ററിൽ $3,220. നമുക്ക് റുപ്പീസിൽ ലാസ്റ്റ് നോക്കട്ടോ. ഇനിയുള്ള എല്ലാ സെമസ്റ്ററും തേർഡ് ടു ഓൾമോസ്റ്റ് നമ്മളെ 12th സെമസ്റ്റർ വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ $1,700. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവും, നമുക്ക് 2 സെമസ്റ്ററിൻ്റെ ഓൾറെഡി കൂട്ടി, ബാക്കി 10 സെമസ്റ്റർ ഉണ്ടാവും പിന്നീട് ആഡ് ചെയ്യാൻ × 10. അതുപോലെ തന്നെ നമുക്ക് 970 × 10 കൂടെ കൂട്ടാം. ഇങ്ങനെ വരുമ്പോൾ $1,700 പ്ലസ് × 10 ഓൾമോസ്റ്റ് $17,000 വന്നു. അതുപോലെ തന്നെ 970 × 10 $9,700. ഇനി ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 17,000. ഇത് രണ്ടും കൂടി മാത്രമല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കവിടെ മേലെ എഴുതി വെച്ചാൽ എല്ലാം കൂടെ കൂട്ടിയാലേ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഫസ്റ്റ് സെമസ്റ്ററിന് $5,970 പ്ലസ് സെക്കൻഡ് സെമസ്റ്ററിന് $3,220 പ്ലസ് ഇവിടെ ഒരു $17,000 ഉണ്ട്. $17,000 ഇതെന്താണ്, ബാക്കി വരുന്ന 10 സെമസ്റ്ററിൻ്റെ ഫീസാണ്. പിന്നെ അതിന് പുറമെ ഫുഡും അക്കോമഡേഷനും കൂടെ ഓൾമോസ്റ്റ് $9,700.
പക്ഷെ ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് ആഡ് ചെയ്യണം. എന്താ പറയുക, ഉസ്ബെക്കിസ്ഥാനിൽ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് എല്ലാ വർഷവും $250 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷേ എന്താ വെച്ചാൽ ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത് ഓൾറെഡി എന്തായിട്ടുണ്ട്, അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പിന്നെ ഈ എമൗണ്ടിൽ നമ്മൾ കൂട്ടാത്തത്. പക്ഷേ ഇനിയുള്ള ഈ എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി 10 വർഷത്തെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അത് ഓൾമോസ്റ്റ് 10 വർഷത്തല്ല 10 സെമസ്റ്ററിൻ്റെത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 250 × 10 നോക്കുമ്പോൾ $2500 അതും ആഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതാണ് ഏകദേശം ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്കിത് മാക്സിമം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 5970 പ്ലസ് 3220 പ്ലസ് 17000 പ്ലസ് 9700 പ്ലസ് 2500 ഇൻറ്റു 80. ഞാൻ പെട്ടെന്ന് ഇന്ത്യൻ റുപ്പീസ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കി. ആദ്യം ഡോളറിൽ എഴുതാം, മറ്റത് ഇതുവരെ ഡോളർ എഴുതിയിട്ട് പെട്ടെന്ന് മാറ്റുമ്പോൾ കൺഫ്യൂഷൻ ആവും. ജസ്റ്റ് ഒരു മിനിറ്റ്. 15970 പ്ലസ് 3220 പ്ലസ് 17000 പ്ലസ് 9700 പ്ലസ് 2500 ഓൾമോസ്റ്റ് $38,390 നമുക്ക് വരുന്നത്. ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഈ $38,390 നമുക്ക് ഫുഡ് വരുന്നുണ്ട്, അക്കോമഡേഷൻ വരുന്നുണ്ട്, ഫീസ് വരുന്നുണ്ട്, രജിസ്ട്രേഷൻ ഫീസ് എമൗണ്ടുകൾ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കാം. നമ്മളിവിടെ $1 = 83.5 ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്കിത് റുപ്പീസിലേക്ക് മാറ്റി വെക്കാം. ഇൻറ്റു 83.5 ഓൾമോസ്റ്റ് 32 ലക്ഷം വരും നമുക്ക് എമൗണ്ട്, 32 lakhs. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ആഡ് ചെയ്യാനുണ്ട് ഇയർലി. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 6 വർഷമല്ലുള്ളത്, 6 വർഷത്തിൽ നമുക്കൊരു 30,000 നമുക്ക് ടിക്കറ്റിന് എക്സ്പെക്റ്റ് ചെയ്യാം. 35,000 എക്സ്പെക്റ്റ് ചെയ്യാം ഇൻറ്റു 6 year. 35,000 ഇൻറ്റു 6, 35,000 ഇൻറ്റു 6 ഓൾമോസ്റ്റ് 2,10,000. അപ്പോൾ നമുക്ക് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 34 lakhs. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എമൗണ്ട് ഇട്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഫുഡിൻ്റെ എമൗണ്ടൊക്കെ നമ്മൾ 12 months വെച്ച് കൂട്ടിയിട്ടുണ്ട്. 10 months അല്ല കൂട്ടിയത്, 12 months വെച്ച്. അപ്പോൾ 2 മാസം ഓൾറെഡി നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമുക്കൊരു $220 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർഷത്തിൽ നമുക്ക് എക്സ്ട്രാ ഫുഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ട്. കാരണം ആ സമയത്ത് ഒരു വെക്കേഷൻ നാട്ടിലായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ടിക്കറ്റിൻ്റെ എമൗണ്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ടിക്കറ്റിൻ്റെ എമൗണ്ട് നമുക്ക് ഓൾമോസ്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോയാലും നമുക്കൊരു 30 to 35 lakhs നമുക്ക് എന്ത് ചെയ്യണം, ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾ താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ MBBS പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നിങ്ങൾ മിനിമം കണ്ടിരിക്കണം. പക്ഷേ ഇത് നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആണ് പേയ്മെൻറ്റ്സ് വരിക. അപ്പോൾ ചെറിയ ചെറിയ പേയ്മെൻറ്റുകളായിട്ട് തോന്നുള്ളൂ. എനിവേ 6 year പ്രോഗ്രാമിൽ താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ ഈ ഒരു എമൗണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാദമി എന്നുള്ളത്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്, 2005 സ്ഥാപിതമായതാണ്. NMCൻ്റെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ECFMGൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് 2 രീതിയിലാണ് ഫ്ലൈറ്റുകളുള്ളത്. ഒന്ന് നമുക്ക് ഡൽഹി ത്രൂ പോവാം, അല്ലെങ്കിൽ നമുക്ക് അബുദാബി ത്രൂ അല്ലെങ്കിൽ ദുബായ് ത്രൂ കണക്ഷൻസിലും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സോ ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾക്ക് താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ MBBS പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം അവർക്കും ഈ ബഡ്ജറ്റും കാര്യങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഡോക്ടർ എക്സ്പേർട്ട് എജുലിങ്സ് +91 7025 719000 +91 7025 729000. എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസും അതുപോലെ തന്നെ പാരൻസായിട്ടൊക്കെ സംസാരിക്കാം. സോ താങ്ക് യു. ബൈ ബൈ.